ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദേശ കോച്ചിനെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുക എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആന്റോണിയോ ലോപ്പസ് ഹബ്ബാസ്, സെർജിയോ ലൊബേറ തുടങ്ങിയിട്ടുള്ള കോച്ചുമാരെല്ലാം ലിസ്റ്റിലുണ്ട് എന്നും ഇതുപോലെയുള്ള കോച്ചുമാരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഫൈനലി നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പുതിയ മുഖത്തിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചത് 44 വയസ്സുകാരനായ ഡേവിഡ് കാറ്റ്ല എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് പരിശീലകനെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആരാധകർ അത്രത്തോളം ഹാപ്പി ഒന്നുമല്ല. കാരണം ഒരു മോശം സീസണിന് ശേഷം നമ്മൾ ആഗ്രഹിച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു കോച്ചിനെ ലഭിക്കണമെന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സുപരിചിതനല്ലാത്ത പരിശീലകന്മാരെ തന്നെയാണ്. ഡേവിഡ് കാറ്റ്ലയുടെ മാനേജർ കരിയറിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇംപ്രസീവ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ മാത്രം ഒന്നും അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതുവരെ ഇല്ല. സത്യത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് ഇന്ത്യൻ ഫുട്ബോളിനെ അറിയുന്ന, ഇന്ത്യൻ താരങ്ങളെ അറിയുന്ന, ഇന്ത്യൻ കണ്ടീഷൻ അറിയുന്ന ഒരു കോച്ചിനെ ലഭിക്കണമെന്നായിരുന്നു. ലൈക്ക് ആന്റോണിയോ ലോപ്പസ് ഹബ്ബാസ്, സെർജിയോ ലൊബേറ, അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോച്ചിലേക്ക് പോയി എന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇനി അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് ഒരു മോശം കോച്ചായി മാറണമെന്നൊന്നുമില്ല. കാരണം ഇവാൻ വുക്കോവനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് മലമറിക്കുന്ന സ്റ്റാറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് റെക്കോർഡും കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ പേടി ഉളവാക്കുന്ന ഒരു റെക്കോർഡ് തന്നെയാണ് നമുക്ക് ഈ ഡേവിഡ് കാറ്റ്ലയുടെ പാസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021-22 സീസണിൽ AEK ലാർനാസാസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം ഒരു അസിസ്റ്റന്റ് കോച്ചായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ കോച്ചായി പ്രൊമോട്ട് ചെയ്യുകയും എന്നാൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റും കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. 2022 അതേ ലീഗിൽ തന്നെ അപ്പോളോ ലിമാസോൾ എന്ന് പറഞ്ഞ ക്ലബിന് വേണ്ടി അദ്ദേഹം ഹെഡ് കോച്ചായി പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവിടെയും അദ്ദേഹത്തിന് മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അവിടെയും അദ്ദേഹത്തിനെ സാക്ക് ചെയ്യുന്നു. 2023 വരുമ്പോൾ അദ്ദേഹം കൊറേഷ്യൻ ഫുട്ബോൾ ലീഗിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് പരിശീലിപ്പിച്ചെങ്കിലും 19 മത്സരങ്ങളിൽ നിന്ന് വെറും 5 വിജയം മാത്രമാണ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതുകൊണ്ട് തന്നെ അവിടെ നിന്നും അദ്ദേഹത്തിനെ പുറത്താക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിനെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് 2024 അദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്പെയിനിലെ സബാഡൽ എഫ്സിക്ക് വേണ്ടിയാണ് അദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ സീസണിൽ വളരെ മോശമായിട്ടുള്ള റെക്കോർഡായിരുന്നു. ഒരു വിജയം പോലും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു സാക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം വരുമ്പോൾ അത്രത്തോളം മികച്ച റെക്കോർഡുമായിട്ടല്ല അദ്ദേഹം നിലവിൽ വരുന്നത്. കോച്ചിനെ ഇത്രയും നേരത്തെ ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ലഭിക്കാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നത് ഈ ഒരു കോച്ചിനെ സൂപ്പർ കപ്പ് ലഭിക്കും, ഡ്യൂറൻ കപ്പ് ലഭിക്കും. ഇതിനുശേഷമായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് വരാനായിട്ട് പോകുന്നത്. സൂപ്പർ കപ്പിൽ താരങ്ങളെ മനസ്സിലാക്കുവാനും ഡ്യൂറൻ കപ്പിൽ അതിനുവേണ്ട പ്രിപ്പറേഷൻസ് നടത്തുവാനും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതിലൂടെ സാധിക്കും. ഡേവിഡ് കാറ്റ്ലയുടെ ട്രാക്ക് റെക്കോർഡ് മാത്രം നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം മോശമാണെന്ന് പറയരുത്. കാരണം പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇവാൻ വുക്കോവനോവിച്ച് ആണെങ്കിലും അദ്ദേഹം വലിയ റെക്കോർഡൊന്നുമായിട്ടല്ല ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം.